നിർമ്മലയാകും കന്യകയേ, നാരികളിൽ ശ്രേഷ്ഠേയം നീ പ്രാർത്ഥിക്കണമേ. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് അത് ഉണർവുള്ള ജീവിതമായിരിക്കണമെന്നാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ക്രിസ്തുവിനെ പ്രതി ഉണർവുള്ളതായിരിക്കണം. ഇന്ന് ക്രിസ്ത്യാനി ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനി ഉണർന്നിരിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 16-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഉണർന്നിരിപ്പിനെന്ന് വ്യക്തമായി അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഉണർന്നിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേദപുസ്തകം നമുക്ക് വ്യക്തമായി മറുപടി നൽകുന്നു. എഫേസ്യ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കേണ്ടതിനായി നാം ഉണർവുള്ളവരായിരിക്കണം. ക്രിസ്തുവിന്റെ പ്രകാശം നമ്മിലേക്ക് കടന്നു വന്ന് നമ്മിലുള്ള ഇരുട്ട് മാറിപ്പോകാൻ, വെളിച്ചത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഉണർവുള്ളവരായിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്ന ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നാളും നാഴികയും നിങ്ങൾക്കറിയായികയാൽ നിങ്ങൾ ഉണർന്നിരിപ്പിരെന്ന. എപ്പോഴാണ് കർത്താവ് രണ്ടാമത് വരുന്നതെന്ന് അറിയായികയാൽ, മഹത്വ പ്രത്യക്ഷത എപ്പോഴാണെന്ന് നിശ്ചയമില്ലാത്തതിനാൽ നിങ്ങൾ എല്ലാവരും ഉണർവുള്ളവരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർവുള്ളവരായിരിപ്പിനെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പരീക്ഷ മനുഷ്യ ജീവിതത്തിൽ ഏത് സമയത്തും ഉണ്ടാകാം, പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ അതിൽ അകപ്പെട്ടു പോകാതെ, പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ഉണർവുള്ളവരായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഒരു ക്രൈസ്തവൻ ഉണർന്നിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അവിടെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. വിപരീതോപദേശങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ഉണർവുള്ളവരായിരിക്കണം. തെറ്റായ പഠിപ്പിക്കലുകൾ, പാഷാണ്ഡോപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വചനത്തെ കോട്ടിക്കളയുന്നവർ നിങ്ങളുടെ മധ്യേ കടന്നു വരും. എന്നാൽ വചനത്തെ പ്രതി സുബോധമുള്ളവരും ഉണർവുള്ളവരുമായി ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വേദഭാഗം നമ്മളോട് അനുശാസിക്കുകയാണ്. 1 പത്രോസ് 5:8 പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ഉണർച്ചയുടെ അടിസ്ഥാന ഉദ്ദേശത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഉണർന്നിരിക്കേണ്ടത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് അവയെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾ ഉണർച്ചയുള്ളവരായിരിക്കണം, ഉണർവുള്ളവരായിരിക്കണം. പിശാച് വെക്കുന്ന കെണികളിൽ വീണു പോകാതെ അതിന്റെ മേൽ ആധിപത്യം നേടുവാൻ, അതിനെ പരാജയപ്പെടുത്തുവാൻ ഉണർവുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർവുള്ളവരായിരിപ്പിനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിക്ഷാവിധി എപ്പോൾ നിങ്ങളുടെ മേൽ വരുന്നു എന്ന് നിങ്ങൾ അറിയാത്തതിനാൽ ഉണർവുള്ളവരായിരിക്കണമെന്ന്
വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ഉണർച്ചയുള്ള ജീവിതമാണ്. ഉണർവുള്ളവർക്കാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിതത്തെ ധന്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉണർന്നിരിപ്പിനെന്ന് വചനം നമ്മളോട് പറയുമ്പോൾ അത് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെയാണ് ലക്ഷ്യമാക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഉണർവുള്ളവരായി ജീവിതത്തിൽ പരിലസിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിർമ്മലയാകും കന്യകൈ നാരികളിൽ ശ്രേഷ്ഠേയം നീ പ്രാർത്ഥിക്കണമേ. അടിയാർക്കായി